Dear students, welcome to the second class on circles of 9th standard mathematics. Today, we will discuss how can we draw circles through points given. For example, a point is there. How can we draw circles that point given? ഇത് നമ്മൾ ചർച്ച ചെയ്യും. Okay. If 2 points are given, how can we draw circles passing through these 2 points? That is our discussion. നമ്മൾ ഈ കാര്യവും ചർച്ച ചെയ്യും. If 3 points are given, how can we draw circles that 3 points? 3 പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന സർക്കിൾ എങ്ങനെ വെക്കാമെന്ന് നമ്മൾ ചർച്ച ചെയ്യാനുള്ളതാണ്. അതിനു മുമ്പ് നമുക്ക് ഒരു സർക്കിളിലെ കോഡ്സും സെന്ററിൽ നിന്ന് അവയിലേക്കുള്ള ഡിസ്റ്റൻസ് തമ്മിലുള്ള ഒരു കണക്ഷൻ, ഒരു ബന്ധം നമുക്ക് കണ്ടെത്തണം. If 2 chords are at equal distance from the center, we have to prove that 2 chords have equal length. That is, equidistant chords from the center are equal. We will prove that one first. See. അതായത് ഒരു സർക്കിളിന്റെ സെന്ററിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസിലായി വരച്ചിട്ടുള്ള 2 കോഡ്സിന്റെ ലെങ്ത് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. നമുക്ക് ഇത് ഒരു ചോദ്യത്തിന് ആൻസർ ചെയ്യുന്ന പോലെ ചെയ്യാം. റീഡ് ദി ക്വസ്റ്റ്യൻ. പ്രൂവ് ദാറ്റ് ദി കോഡ്സ് ഇക്വിഡിസ്റ്റന്റ് ഫ്രം സെന്റർ ആർ ഈക്വൽ. കോഡ്സ് ഇക്വിഡിസ്റ്റന്റ് ഫ്രം സെന്റർ, സെന്ററിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസസിലുള്ള കോഡ്സ് ആർ ഈക്വൽ എന്ന് പ്രൂവ് ചെയ്യണം. For this, if we consider a circle and 2 chords are drawn such that their distance from center are equal. ഈ 2 കോഡ്സ് സെന്ററിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസസിലായിട്ടാണ് നിലകൊള്ളുന്നതെങ്കിൽ, അതായത് ഈ പോയിന്റിൽ നിന്ന് ഈ ലൈനിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെയാണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓൾവേസ് ഡിസ്റ്റൻസ് ഫ്രം എ പോയിന്റ് ടു എ ലൈൻ ഇസ് ദി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഈ ഡിസ്റ്റൻസ് ഈ പോയിന്റിൽ നിന്ന്, അതായത് സെന്ററിൽ നിന്ന് ഈ ലൈനിലേക്കുള്ള ഡിസ്റ്റൻസിനുമായിട്ട് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ, ഈ 2 ഡിസ്റ്റൻസുകൾ ഈക്വൽ ആണെങ്കിൽ ഈ 2 കോഡ്സ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതായത് നമുക്ക് കോഡ്സിന് എ ബി എന്നും മറ്റേ കോഡിന് സി ഡി എന്നും പേര് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇഫ് ദി സെന്റർ ഓഫ് ദി സർക്കിൾ ഈസ് നെയിം ആസ് O, ലെറ്റ് us പ്രൂവ് എ ബി ആൻഡ് സി ഡി ആർ ഈക്വൽ. എ ബിയും സി ഡിയും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് അതിൻ്റെ ഹാഫുകളായിട്ട്, അതായത് ഈ 2 പോയിന്റുകൾ നമുക്ക് ജോയിൻ പേര് കൊടുക്കാം. ദിസ് വൺ ഈസ് ദി ഫുട്ട് ഓഫ് ദി പെർപെൻഡിക്കുലർ. ഈ പോയിന്റിൽ നിന്ന് ഈ ലൈനിലേക്ക് വരച്ച ഫുട്ട് ഓഫ് ദി പെർപെൻഡിക്കുലറിന്റെ ഫുട്ട്, ലെറ്റ് us നെയിം ഇറ്റ് ആസ് പി ആൻഡ് ക്യൂ. ഈ 2 പോയിന്റുകൾ പിയും ക്യൂ എന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ, in order to prove AB is equal to CD, it is enough to prove AP is equal to CQ. AP and CQ are equal mean AB and CD are also equal. Why? We know the perpendicular from the center to a chord bisects the chord. In that way, AP is the half of AB. Like that, CQ is half of CD. Therefore, if 2 halves of full lengths are equal, 2 full ലെങ്ത്തുകളുടെ ഹാഫുകൾ ഈക്വൽ ആണെങ്കിൽ അവയുടെ ഫുൾ ലെങ്ത്തുകൾ ഈക്വൽ ആയിക്കോളും. അതുകൊണ്ട് എ പിയും സി ക്യൂവും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്താൽ തന്നെ എ ബിയും സി ഡിയും ഈക്വൽ ആയിക്കോളും. ഇനി എ പിയും സി ക്യൂവും ഈക്വൽ ആണെന്ന് എങ്ങനെ പ്രൂവ് ചെയ്യാം? For this, let us join OA and OC. When that 2 radii are drawn, we see their 2 right triangles. Triangle OPA and OQC. Consider the triangle OPA and OQC. What are the triangles? OPA and OQC. OPA, see the triangle OPA, and OQC. OQC. When we see that 2 triangles OP and OQ are equal, if we could prove that 2 triangles are congruent, at that time AP and CQ will be equal. ഈ 2 ട്രയാങ്കിൾ ഈക്വൽ ആണ് അല്ലെങ്കിൽ കോൺഗ്രുവൻ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞാൽ എ പിയും സി ക്യൂവും ഈക്വൽ ആയിക്കോളും. ഇത് രണ്ടും കോൺഗ്രുവൻ്റ് ആണെന്ന് പറയാൻ we see OP and OQ are equal because we have drawn like that. അങ്ങനെയാണ് നമ്മൾ വരച്ചത്. ഈ 2 കോഡ്സ് സെന്ററിൽ നിന്ന് ഈക്വൽ ആകുന്ന രീതിയിലാണ് വരച്ചത്. OA is the radius of the circle. OC also is the radius of that circle. In that way, OA and OC are equal. Now, hypotenuse. OA is the hypotenuse of this right triangle. That one is equal to hypotenuse of the other triangle. In the way, one side of this triangle OP is equal to one side of the other triangle OQ.
Now hypotenuse on one side of this triangle is equal to hypotenuse on one side of the other triangle. In that way, that two triangles are equal or congruent. ഈ രണ്ട് ട്രയാങ്കിൾ ഈ സിമ്പിൾ ഈക്വൽ സിമ്പിൾ ആണല്ലോ, ഈ കോൺഗ്രുവൻസി സിമ്പിൾ ആണ്. ഈ രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവൻ്റ് ആണെന്ന് എത്തിക്കഴിഞ്ഞു. ഹൈപ്പോട്ടന്യൂസ് ഓൺ വൺ സൈഡ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ തേർഡ് സൈഡ് സി ഈക്വൽ ആകാൻ പൈതഗോറസ് പ്രകാരം ഈക്വൽ ആണ്. Therefore we see AP and CQ are equal. AP യും CQ യും ഈക്വൽ ആയതുകൊണ്ട് AB യും CD യും ഈക്വൽ ആണ്. Because the perpendicular from the center to a chord bisects the chord. In that way AB and CD are equal. AP യും CQ യും ഈക്വൽ ആണെന്ന് പറയുമ്പോൾ രണ്ട് കോഡ്സിന്റെ ഹാഫുകൾ ഈക്വൽ ആണ്. അതുകൊണ്ട് അവയുടെ ഫുൾ ലെങ്ത് ആയ AB യും CD യും ഈക്വൽ ആണെന്ന് എത്തിക്കഴിഞ്ഞു. ഓക്കെ, യു ക്യാൻ റൈറ്റ് സച്ച് എ ക്വസ്റ്റ്യൻ ആൻഡ് ഡ്രോ സച്ച് എ ഫിഗർ ആൻഡ് ദീസ് സ്റ്റെപ്സ് ഇൻ യുവർ നോട്ട്ബുക്ക്. ഇനി ഒരു കാര്യം കൂടെ, ഇവിടെ നമ്മൾ തെളിയിച്ചത് ഒരു സർക്കിളിന്റെ സെന്ററിൽ നിന്ന് രണ്ട് കോഡ്സിലേക്കുള്ള ഡിസ്റ്റൻസുകൾ ഈക്വൽ ആണെങ്കിൽ കോഡ്സ് ഈക്വൽ ലെങ്ത് ഉള്ളതാണെന്നാണ്. തിരിച്ച് ഒരു സർക്കിളിൽ രണ്ട് കോഡ്സ് ഈക്വൽ ആയിട്ട് നിലകൊള്ളുന്നുണ്ടെങ്കിൽ ആ രണ്ട് കോഡ്സ് നിൽക്കുന്നത് സെന്ററിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസസിലായിട്ടാണെന്ന് തിരിച്ച് ഇങ്ങോട്ട് പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിന് ഇതേപോലെ ചിത്രം തന്നെ വരക്കേണ്ടത്. ഇതേപോലെ രണ്ട് ട്രയാങ്കിൾസ് ഫോം ചെയ്തിട്ട് നമ്മൾ ഇവിടെ സപ്പോസ് ചെയ്യുന്നത് CQയും APയും ഈക്വൽ ആണെന്നും OAയും OCയും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്തിട്ട് ഈ രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവൻ്റ് ആയതുകൊണ്ട് OPയും OQയും ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ മതി. ഇവിടുന്ന് തുടങ്ങിയെടുത്തേക്ക് തിരിച്ചു വരുന്ന പ്രോസസ്സ്. That means if two chords of a circle are equal, mean they lies at equal distance from the center. അതിനെ നമുക്ക് തിരിച്ചു ഇങ്ങോട്ടും പ്രൂവ് ചെയ്യാൻ അർത്ഥം. That part I think to give as homework. Anyway, നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. See, ഇനി ഒരു സർക്കിളിന്റെ ഒരു കോഡ്, ഒരു സർക്കിളിൽ ഒരു കോഡ്, ആ കോഡിലേക്ക് സെന്ററിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അതിന്റെ റേഡിയസ്, ഇതിനെ മൂന്നിനും കൂടി കണക്ട് ചെയ്യിപ്പിക്കുന്ന റിലേഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. എ റിലേഷൻ കണക്ടിങ് റേഡിയസ് ആൻഡ് ലെങ്ത് ഓഫ് ദി കോഡ് ആൻഡ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം സെന്റർ ടു ദാറ്റ് കോഡ്. വി മേക്ക് എ റിലേഷൻ ഹിയർ. നമ്മൾ റിലേഷൻ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഹിയർ കൺസിഡർ എ സർക്കിൾ ആൻഡ് ദിസ് ബി ദി സെന്റർ ഓഫ് ദി സർക്കിൾ. ഇത് സർക്കിളിന്റെ സെന്റർ ആകട്ടെ. ആൻഡ് എ കോഡ് ഈസ് ഡ്രോൺ ഹിയർ. ഒരു കോഡ് നമ്മൾ വരയ്ക്കുകയാണ്. ആൻഡ് ഡിസ്റ്റൻസ് ഫ്രം സെന്റർ ടു ദാറ്റ് കോഡ് ഈസ് ഡ്രോൺ. ഈ കോഡിലേക്ക് സെന്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് ദി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ആൻഡ് if we denote the length of the chord by L, if this much length is denoted by L, its half will be L by 2. Our length L by 2 ഉണ്ടാവുള്ളൂ. If we suppose the distance from center to chord is by D, distance എന്നുള്ളതിൽ ഈ ഡിസ്റ്റൻസ് നമ്മൾ D എന്നുള്ള ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ആൻഡ് സോ ഹിയർ ലെറ്റ് us have the radius. ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ച റേഡിയസ് ആയിരിക്കും. ആൻഡ് സോ when that radius is drawn, they together determine, radius നമ്മൾ R എന്നുള്ള ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുകയാണ്. These three measures together determine a right angle triangle. Okay, here the longest measure is R. And so by Pythagoras here we will get a relation R square is equal to D square plus L by 2 whole square. If the length of the chord is denoted by L, its half will be L by 2. And so from this right triangle we will get hypotenuse square is equal to BC square plus altitude will come like this. ഓക്കെ, ഇങ്ങനെ ഒരു ചിത്രം നിങ്ങളെ മനസ്സിലുണ്ടാകണം. എവരി നൗ ആൻഡ് ദെൻ വി മേ ബി നീഡഡ് ടു അപ്ലൈ ദിസ് വൺ ഇൻ സം പ്രോബ്ലംസ്. ഓക്കെ, ചില പ്രോബ്ലത്തിൽ നമുക്ക് ഇത് അപ്ലൈ ചെയ്യേണ്ടി വരും. ഫോർ എൻ എക്സാമ്പിൾ, ഹിയർ എ ക്വസ്റ്റ്യൻ, റീഡ് ദി ക്വസ്റ്റ്യൻ. ഇഫ് എ കോഡ് ഓഫ് ലെങ്ത് 6 cm ഈസ് 1 cm away from center, what will be the length of the chord if it is 2 cm away from center? ഒരു സർക്കിളിലെ സെന്ററിൽ നിന്ന് 1 cm അകലെയായിട്ടുള്ള ഒരു കോഡിന്റെ ലെങ്ത് 6 cm ആണെങ്കിൽ, അപ്പൊ അതിന്റെ റേഡിയസ് തന്നിട്ടില്ല. What will be the length of the chord if it is 2 cm away from center? അപ്പം ആദ്യം നമ്മൾ ചെയ്യുന്നത്, ഇവിടെ പറയുന്നത് ലെങ്ത് ഓഫ് ദി കോഡ് ഈസ് 6 cm. ഈ ലെങ്ത് 6 cm, അപ്പൊ ഇതിന്റെ ഹാഫ് 3 cm ആണ്. ആൻഡ് ദാറ്റ് കോഡ് ഈസ് 1 cm away from center എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് 1 cm ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ നമുക്ക് റേഡിയസിനെ പൈതഗോറസ് ഉപയോഗിച്ച് കണ്ടെത്താൻ പറ്റും, ഈ ഫോർമുല ഉപയോഗിച്ച് കണ്ടെത്താൻ പറ്റും. എന്നിട്ട് അടുത്ത ക്വസ്റ്റ്യനിലും അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്നത്, ഇഫ് എ കോഡ് ഈസ് 2 cm away from center എന്ന പോലെ അതേ സർക്കിളിലെ സെന്ററിൽ നിന്നും 2 cm അകലെയായിട്ട് നിലകൊള്ളുന്ന ഒരു കോഡിന്റെ ലെങ്ത് എന്താണെന്നാണ്. അപ്പൊ അങ്ങനെ ഒരു കോഡ് അവിടെ വരച്ചു കഴിഞ്ഞാൽ ആ കോഡിന്റെ ലെങ്ത് കാണാൻ അതിന്റെ ഹാഫ് കിട്ടിയാൽ മതി. L by 2, അതിന്റെ L by 2 കിട്ടണം. അതിന്റെ L by 2 കിട്ടാൻ അതിലേക്കുള്ള ഡിസ്റ്റൻസ് D അറിയാം. റേഡിയസ് ഈസ് ട്രയാങ്കിളിൽ നിന്ന് റേഡിയസ് കിട്ടുന്നത് അവിടെ അപ്ലൈ ചെയ്താൽ നമുക്ക് അതിന്റെ ലെങ്ത് ഓഫ് ദി കോഡ് കാണാനുള്ള അടുത്ത ട്രയാങ്കിൾ പരിഗണിച്ചിട്ട് അത് കണ്ടെത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമുക്ക് ഈ ഫിഗറിൽ ഈ മെഷർ 6 cm 1 cm ഈ ആറും ഡിയും L by 2 ജനറൽ ആയതുകൊണ്ട് നമുക്ക് അതിനെ ഇവിടുന്ന് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ പകരം ഇറ്റ് ഈസ് സെറ്റ്
this much length is 6 centimeter. This length is 6 centimeter. Again, this is 3 centimeter. This total length is 6 centimeter. Again, the half height this much distance will be 3 centimeter. Okay, it is said that this chord is 1 centimeter away from center. Center is 1 centimeter away. By Pythagoras, let us find out this one. We know r square is equal to Pythagoras apply cheyanannundengil we know r square is equal to 3 square plus 1 square. R square is equal to 3 square plus 1 square. 3 square we know it is 9, 1 square is 4, 9 plus 1 is 10, r square is 10. We will get it is 10, r square is equal to 10. Therefore r is equal to root 10. R root 10 ആണെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഓക്കെ, ഇനി അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് പറയുന്നത് ഈ സെന്ററിൽ നിന്ന് 2 സെന്റിമീറ്റർ അകലെയായിട്ടുള്ള ഒരു chord ഉണ്ടെങ്കിൽ, that means a chord is drawn such that the distance to that chord from center is 2 centimeter. ഈ ഡിസ്റ്റൻസ് 2 സെന്റിമീറ്റർ ആകുന്ന രീതിയിലാണ് ആ കോഡ് നിലകൊള്ളുന്നത് എങ്കിൽ ഇതിന്റെ ലെങ്ത് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ വീണ്ടും നമുക്ക് അവിടെ ഈ റേഡിയസ് വരച്ച് കഴിഞ്ഞാൽ we will get there also a right angled triangle like that. In that right angled triangle r square ഈ ലെങ്ത് എന്താണെന്നുള്ളത് നമുക്ക് ഇവിടുന്ന് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഈ ലെങ്ത് അറിയാം, ഇതറിയാം. അഗെയിൻ അപ്ലൈങ് Pythagoras we will get this one. അപ്പോൾ അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഈ ഇതിന്റെ ലെങ്ത്തിന് നമ്മൾ L/2 എന്ന് തന്നെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ this length is L, therefore this will be L/2. ഇതാണ് കണ്ടെത്താൻ പറയുന്നത്. അപ്പോൾ ഈ ഫോർമുലയിൽ നിന്ന് L/2 ഹോൾ സ്ക്വയർ എന്നുള്ളത് നമ്മൾ L/2 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു Pythagoras തിരിച്ച് പറയുമ്പോൾ ഇതിനാണ് ആദ്യം പറയുന്നതെന്നുണ്ടെങ്കിൽ hypotenuse square minus base square എന്ന് പറയുന്നത്. Therefore L/2 whole square is equal to r square minus d/2 whole square എന്നുള്ള രീതിയിൽ പറയുമ്പോൾ we will get L/2 whole square is equal to r square minus d square. r square ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി അത് 10 ആണ്. r square അങ്ങനെ തന്നെ നമുക്ക് എഴുതാം. It is 10 minus d is 2. Therefore 10 minus 2 square. 10 minus 2 square we know it is 10 minus 2 square, 10 minus 4. 10 minus 4 is 6. L/2 whole square is 6. Therefore, L/2 will be square root of 6. L/2 will be square root of 6. That means this much length will be ഈ കോഡിന്റെ ഹാഫ് റൂട്ട് 6 ആണ്. Therefore, what will be its full length? Length of the chord will be 2 times of root 6 then. We are asked that one to find out. Okay, you can draw such a figure and this explanation in your notebook. Have it done. Now, let us have one more example. Here, see the figure and read the question. In the figure, the bottom side of the quadrilateral is the diameter of the circle and the top side is a chord parallel to diameter. Calculate the area of the quadrilateral. Here, this quadrilateral get its one side, that is the bottom side. At the same time, that one is the diameter of the circle, and this side of the quadrilateral is a chord of the circle and it is parallel to this diameter. Here diameter is 5 centimeter and the length of the chord is 3 centimeter. We are asked to determine the area of this quadrilateral. Okay, and so what is the speciality of this quadrilateral? Here it is said this side is parallel to this side, mean here these two sides are parallel, and so this quadrilateral is a trapezium. We know the formula to find out the area of a trapezium, and so to find out the area of the trapezium we need to get the distance between these two sides, and so our aim is to find out the distance between these two sides. Okay, for this let us redraw the figure. When you do this one in your notebook you have to redraw the figure again. Okay, in the question figure you must not make any additional construction on this figure, and so let us redraw the figure again. Okay, see, and so when it is drawn it will be like this. Here it is said this side is 5 centimeter, that is diameter is 5 centimeter, this one is 3 centimeter. We need to get the distance between these two sides. This one is the diameter, therefore that is 5 centimeter. Therefore radius of the circle will be 2.5. That means radius of the circle, this length will be 2.5 centimeter long. This will be 2.5 centimeter. When we have dropped a perpendicular from the center to this chord, it will bisect the chord. That means this will be the perpendicular drawn from the center to a chord, and so this much length will be half of this total length 3 centimeter, mean this will be 1.5 centimeter.
Okay, now see this right angled triangle. Its radius is 2.5 centimeter. Half of the chord is 1.5 centimeter. We know the formula to find out the distance from center to the chord, that is d. Therefore, here we can see d square is equal to 2.5 square minus 1.5 square. Let us write that one. Now, 2.5 square minus 1.5 square, it is in the form of a square minus b square. We can write it as a plus b into a minus b. That is 2.5 plus 1.5 into 2.5 minus 1.5. 2.5 plus 1.5, 2.5 പ്ലസ് 1.5, 2നും 1നും 4 ആണ്. 2.5 1.5 പോയാൽ 1 ആണ്. Therefore, this will be 4 into 1 എന്നായി ചുരുക്കും. ഓക്കെ, 4 into 1. ഇവിടെ എളുപ്പം 2.5ന്റെ സ്ക്വയർ കണ്ടിട്ട് നിങ്ങൾക്ക് 6.25 എന്നും 1.5ന്റെ സ്ക്വയർ കണ്ടിട്ട് നിങ്ങൾക്ക് 2.25 എന്ന് എഴുതിയാൽ 6.25 എന്ന് 2.25 സബ്ട്രാക്ട് ചെയ്താൽ 4 എന്നുള്ള ആൻസറിലേക്ക് എത്തിച്ചേരാൻ പറ്റും. ഓക്കെ, എളുപ്പം ഇതാണ്. Okay, therefore d square is equal to 4 into 1 means d square is 4, therefore d is equal to 2. That means this distance is 2. Now the only thing is to apply all these results in the formula. We know the formula to find out the area of a trapezium is half a plus b into h, where a and b are the parallel sides and h is the distance between them. If we apply that formula here, half a plus b into h, here half into a and b is 5 and 3. This h is the distance between them is 2. Therefore, let us have it half of 5 plus 3 into 2. 5 plus 3 is 8. 8 into 2 is 16. 16, half of 16, we know it is 8. Therefore, area of the chord, this trapezium is 8 centimeter square. Okay, you can draw such a figure and these steps in your notebook. Now, let us have one more example. Here, read the question. In a circle, two parallel chords of 6 cm, 4 cm long lies at either side of the center. If the distance between the chords is 5 cm, then calculate its radius. ഒരു സർക്കിളിൽ രണ്ട് കോഡ്സ് 6 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ ലെങ്ത്തുള്ള രണ്ട് കോഡ്സ് സെന്ററിന്റെ രണ്ട് വശത്തായിട്ട് നിലകൊള്ളുന്നുണ്ട്. ഓക്കെ, ഇഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു കോഡ്സ് ഈസ് 5 സെന്റിമീറ്റർ, then calculate its radius. Let us draw the figure accordingly. Here a circle is drawn. Let this chord be the, let here one chord is drawn, its length is 6 centimeter. 6 centimeter length ഉള്ള ഒരു കോഡ് വരച്ചിട്ടുണ്ട്. സർക്കിളിന്റെ സെന്റർ ഇവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, ഇതിന്റെ മറ്റേ സൈഡിലാണ് 4 സെന്റിമീറ്റർ ലോങ് ആയിട്ടുള്ള സർക്കിൾ ഉള്ളത്. അതിന്റെ ലെങ്ത് 4 സെന്റിമീറ്റർ, ഇതിനേക്കാൾ ചെറുതായതുകൊണ്ട് ഇറ്റ്സ് ഡിസ്റ്റൻസ് ഫ്രം സെന്റർ വിൽ ബി എവേ. ആ കോഡ് 4 സെന്റിമീറ്റർ ഇതിന് പാരലൽ ആയിട്ടാണ് വരച്ചിട്ടുണ്ടാകുക. അങ്ങനെ ഒരു കോഡ് നമ്മൾ ഇവിടെ വരയ്ക്കുകയാണ്. ഇതിന് പാരലായിട്ട് ഇതിലൂടെ ഒരു കോഡ് വരച്ചിട്ട് അതിന്റെ ലെങ്ത് നമ്മൾ 4 സെന്റിമീറ്റർ ആണെന്ന് സപ്പോസ് ചെയ്യാണ്. ഇറ്റ് ഈസ് സെഡ് ഇൻ ദി ക്വസ്റ്റ്യൻ ഇറ്റ് ഈസ് 4 സെന്റിമീറ്റർ. ആൻഡ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു കോഡ്സ് ഈസ് 5 സെന്റിമീറ്റർ. ഈ രണ്ട് കോഡ്സിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് 5 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ ഡിസ്റ്റൻസ് സെന്ററിലൂടെ ഉള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കാം. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കോഡ്സ് മീൻ ഇറ്റ് ഈസ് ദി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. വി ടേക്ക് ദ ഡിസ്റ്റൻസ് ത്രൂ ദി സെന്റർ. സെന്ററിലൂടെ ഉള്ള ഒരു ഡിസ്റ്റൻസ് ആക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ലൈക്ക് ദാറ്റ്. ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ഡിസ്റ്റൻസ് ഈസ് 5 സെന്റിമീറ്റർ. അത് 5 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നൗ വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ദി റേഡിയസ് ഓഫ് ദി സർക്കിൾ. അതിന് നമ്മൾ സെന്ററിൽ നിന്ന് ഈ പോയിന്റിലേക്കും രണ്ട് റേഡിയസുകൾ വരച്ചു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദി ടു റൈറ്റ് ട്രയാങ്കിൾസ്. ഈ രണ്ട് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിൽ നിന്നാണ് നമ്മൾ റേഡിയസ് എന്താണെന്ന് കണ്ടെത്താൻ പോകുന്നത്. ഓക്കെ, ഈ ടോട്ടൽ ലെങ്ത് ആണ് 5 സെന്റിമീറ്റർ. ഈ പീസ് എന്താണെന്ന് തന്നിട്ടില്ല. ഇഫ് ഈ സപ്പോസ് ദിസ് മച്ച് ലെങ്ത് ബൈ എക്സ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വേരിയബിളോട് ഒരു ഡി കൊണ്ട് സപ്പോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ what will be this remaining length? This total length is 5. If this part is taken as d, what will be this one then? It is 5 minus d. That length will be 5 minus d. Now see this right triangle. We need to get its radius. Its hypotenuse is to be found. Here this length is 4 centimeter. Therefore its half will be 2 centimeter. Like that. Here this one is 6 centimeter. Therefore its half will be 3 centimeter. Now when we consider this right triangle, right triangle suppose consider its hypotenuse is the radius. Radius കാണാൻ വേണ്ടി നമ്മൾ ചെയ്യല് radius square of the radius will be d square plus 3 square എന്നല്ല. d square plus 3 square will be equal to 2. അത്
ഈ റൈറ്റ് ട്രയാങ്കിളിൽ നിന്ന് റേഡിയസ് കാണാനുള്ള എക്സ്പ്രഷനും ഇതും രണ്ട് റേഡിയസുകളും ഒന്ന് തന്നെ. ഈ റേഡിയസും സെയിം ആയതുകൊണ്ട് ടി സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ വിൽ ബി ഈക്വൽ ടു ദിസ് 5 മൈനസ് ടി ഹോൾ സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. ദാറ്റ് ഇസ് റൈറ്റ് ലൈക്ക് ദാറ്റ്. 5 മൈനസ് ടി, ഈ ഡിസ്റ്റൻസ് 5 മൈനസ് ടിയും ഇത് 2 ആയതുകൊണ്ട് ദിസ് d സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ വിൽ ബി ഈക്വൽ ടു 5 മൈനസ് ടി ഹോൾ സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ plus 2 square. 5 minus d whole square plus 2 square. Then that is again, let us write 5 d square plus 3 square is equal to 5 minus d whole square can be expanded in the form of a minus b whole square. ഇതിനെ expand ചെയ്യുമ്പോൾ അങ്ങനെ 5 minus d whole square എന്നുള്ള രീതി a minus b whole square ഫോമിൽ expand ചെയ്യുമ്പോൾ this will be 5 square 25 minus 2 into 5 into d will be minus 10d. 25 minus 10d plus d square plus 4 എന്ന് കിട്ടും. 25 minus 10d plus d square plus 4. Now this d square and this d square on cancellation, here 3 square is left. This minus 10d let us take to the other side. Therefore it will be 10d plus 9 will be equal to 2. Here it will be 25 plus 4 will be 29. 10d plus 9 is equal to 29. 10d plus 9 is equal to 29 means 10d will be 20 then. 10d is equal to 20 means d is equal to 2. We got this distance is 2. This one is 2, this one is 3. Therefore r square is equal to, or the radius square is equal to 3 square plus 2 square. That is 9 plus 4 will be 13. Therefore r is equal to square root of 13. And so we get the radius of the circle as root 13. You can write such a question and this figure and this explanation in your notebook. Now let us draw circles passing through points. Here I have drawn a point. I have marked a point. Now let us draw a circle passing through this point. And so where should be the center of the circle? Any point outside this point we can take as the center of the circle, and so let this be the center of the circle to be drawn. And so keep compass here. Taking this much distance in compass, we can rotate the compass, we will get a circle like that. Now we have got a circle passing through the given point. Instead of taking this point, if we have marked a point here somewhere, in that way also keeping compass here, taking this much distance in compass as radius, rotating the compass, we will get another circle. In that way also we could have drawn it through. And so in order to pass a circle through this point, any point can be taken as the center of the circle. And so if we mark somewhere here a point, keeping compass here, taking this much distance in compass as radius, rotating it, we will get another circle. And so to draw a circle passing through a given point, we can take any point outside that circle as the center and the distance to that one as the radius. Let us have drawn. Now our discussion goes like this. If we take 2 points like that, let these 2 points be there, we want to get a circle passing through these 2 given points. ഈ രണ്ട് പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഒരു സർക്കിൾ, അങ്ങനെ ഒരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ആ സർക്കിളിനെ സംബന്ധിച്ചിടത്തോളം the line joining these 2 points will be a chord of the circle, and so the center of the circle must lie on the perpendicular bisector of that line. ഓക്കെ, ഈ രണ്ട് പോയിന്റുകളിലൂടെ പാസ് ചെയ്യാനുള്ള സർക്കിളിന്റെ സെന്റർ നിലകൊള്ളേണ്ടത് ഈ രണ്ട് പോയിന്റുകളെ ജോയിൻ ചെയ്യിപ്പിക്കുന്ന ലൈനിന്റെ, അതായത് ഈ ലൈനിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറിലാണ്, ഇതിലാകണം. അപ്പൊ ഇതിലുള്ള ഏതൊരു പോയിന്റും, ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ട് that point you can take that one as the center of the circle, keep compass here, take this much distance in compass, rotate it, we will get a circle like that. ഓക്കെ, അങ്ങനെ അവിടെ എടുത്തതിന് പകരം നമുക്ക് ഈ സൈഡിൽ ഇവിടെ എവിടെയെങ്കിലും ഒരു പോയിന്റ് എടുത്തിട്ട് ഇതേപോലെ നമുക്ക് കോമ്പസ് ഇവിടെ കുത്തിയിട്ട് ഈ ഡിസ്റ്റൻസ് കോമ്പസിൽ എടുത്തിട്ട് റൊട്ടേറ്റിംഗ് ദാറ്റ് വൺ വി വിൽ ഗെറ്റ് എ സർക്കിൾ ലൈക്ക് ദാറ്റ്. ഓക്കെ, അപ്പോൾ രണ്ട് പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഒരു സർക്കിൾ വരയ്ക്കാൻ ആ രണ്ട് പോയിന്റുകളെ ജോയിൻ ചെയ്യിപ്പിക്കണം ലൈനിന്റെ, അതായത് ഈ ലൈനിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറിലെ ഏതൊരു പോയിന്റും സെന്റർ ആക്കി കൊണ്ട് നമുക്ക് ഒരു സർക്കിൾ വരയ്ക്കാൻ കഴിയുമെന്ന് മനസ്സിലായി. ഓക്കെ, നൗ if we are given 3 points like that, ഇവിടെ 3 points തന്നിട്ടുണ്ട്, we want to draw a circle passing through these 3 points. ഈ 3 പോയിന്റിലൂടെയും പാസ് ചെയ്യുന്ന ഒരു സർക്കിൾ വരക്കണം നമുക്ക്. അതെങ്ങനെ സാധ്യമാകും? ഈ 3 പോയിന്റുകളും ഒരു ലൈനിലാണെങ്കിൽ നമുക്ക് 3 പോയിന്റിലൂടെയും പാസ് ചെയ്യുന്ന രീതിയിൽ ഒരു സർക്കിൾ വരയ്ക്കാൻ കഴിയില്ല. ഓക്കെ, ഇവിടെ 3ഉം ഒരു ലൈനിലല്ല, 3 different points are given there. They are not on a line. ഈ
3 പോയിന്റിലൂടെയും പാസ് ചെയ്യുന്ന ഒരു സർക്കിൾ എങ്ങനെ വരയ്ക്കാൻ പറ്റും? ഈ 2 പോയിന്റുകളിലൂടെ പാസ് ചെയ്യണം. നമ്മൾ വരയ്ക്കാൻ പോകുന്ന സർക്കിൾ ഈ 2 പോയിന്റിലൂടെ പാസ് ചെയ്യണം. ഈ 3 പോയിന്റിലൂടെ പാസ് ചെയ്യണം. നമ്മൾ ആദ്യം ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഈ 2 പോയിന്റിലൂടെ പാസ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് ഈ 2 പോയിന്റുകളെ ജോയിൻ ചെയ്യിപ്പിക്കണ ലൈനിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ, അതായത് ഈ ലൈനിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറിലാകണം നമ്മൾ വരയ്ക്കാൻ പോകുന്ന സർക്കിളിന്റെ സെന്റർ നിലകൊള്ളേണ്ടത്. എന്നപോലെ തന്നെ നമ്മൾ വരയ്ക്കാൻ പോകുന്ന സർക്കിൾ ഈ 2 പോയിന്റിലും കൂടി പാസ് ചെയ്യാനുള്ളത് കൊണ്ട് ഈ 2 പോയിന്റുകളെ ജോയിൻ ചെയ്യിപ്പിക്കണ ഈ ലൈനിന്റെ ഇതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറിലായിരിക്കണം നമ്മൾ വരയ്ക്കേണ്ട സർക്കിളിന്റെ സെന്റർ നിലകൊള്ളേണ്ടത്. അതുകൊണ്ട് നമ്മൾ വരയ്ക്കേണ്ട സർക്കിൾ നിലകൊള്ളേണ്ടത് ഈ ലൈനിലും ആയിരിക്കണം, ഈ ലൈനിലും ആയിരിക്കണം. ഇതിലൂടെയും പോകാനുള്ളത് കൊണ്ട് അത് ഇതിലായിരിക്കണം, ഇതിലൂടെയും പോകാനുള്ളത് കൊണ്ട് ഇതിലുമായിരിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മൾ വരയ്ക്കേണ്ട സർക്കിളിന്റെ സെന്റർ ഈ ലൈനിലും ആകണം, ഈ ലൈനിലും ആകണം. ഈ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഓൺ ദി മീറ്റിംഗ് പോയിന്റ് ഓഫ് ദീസ് 2 പെർപെൻഡിക്കുലർ ലൈൻസ് ആൻഡ് സോ ഇറ്റ് ഷുഡ് ബി ദർ ഹിയർ. ആൻഡ് സോ ഇഫ് വി ടേക്ക് ദിസ് പോയിന്റ്, ഈ പോയിന്റ് രണ്ടിനും ശരിയാണ്. ഈ പോയിന്റ് ഈ ലൈനിലുമാണ്, ഈ പോയിന്റ് ഈ ലൈനിലുമാണ്. therefore let us take this one as the center of the circle to be drawn. ഈ പോയിന്റ് ഈ ലൈനിലുള്ള ഏത് പോയിന്റ് എടുത്താലും ഈ 2 പോയിന്റിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസസിലായിരിക്കും നിൽക്കുക. എന്നപോലെ ഈ ലൈനിലുള്ള ഏത് പോയിന്റ് എടുത്താലും, അതായത് ഈ പോയിന്റ് ഈ 2 പോയിന്റിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസസിലായിരിക്കും. therefore if we keep compass here, taking this much distance in compass and rotate the compass, definitely it will pass through all these 3 points. And so now we know how to draw a circle passing through 3 given points. 3 പോയിന്റ്സ് തന്നാൽ എങ്ങനെ ഒരു സർക്കിൾ വരക്കണം എന്ന് നമുക്ക് ഇപ്പോൾ മനസ്സിലായി. ഓക്കെ, അപ്പോൾ 3 പോയിന്റ്സ് തന്ന് ഈ 3 പോയിന്റ്സിനെ ജോയിൻ ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ലൈനും കൂടി ഇങ്ങനെ വരച്ചാൽ വി വിൽ ഗെറ്റ് ഹിയർ എ ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിൾ കിട്ടും. ഈ 3 പോയിന്റ്സിനെ നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഒരു ട്രയാങ്കിൾ ആയിരിക്കും കിട്ടുക. ആ ട്രയാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വെർട്ടിസസിലൂടെ പാസ് ചെയ്യുന്ന ഒരു സർക്കിളാണിത്. ഓക്കെ, അങ്ങനെ ട്രയാങ്കിൾ കിട്ടിക്കഴിഞ്ഞാൽ വി വിൽ ടെൽ ദിസ് സർക്കിൾ ആസ് ദി സർക്കം സർക്കിൾ ഓഫ് ദി ട്രയാങ്കിൾ. അപ്പോൾ ഒരു ട്രയാങ്കിളിന്റെ സർക്കം സർക്കിൾ എന്ന് പറയുന്നത് ആ ട്രയാങ്കിളിന്റെ 3 വെർട്ടീസസിലൂടെ പാസ് ചെയ്യുന്ന ഒരു സർക്കിളാണ്. നമ്മൾ അതൊന്ന് വരയ്ക്കണം. എങ്ങനെയാണ് ഒരു ട്രയാങ്കിളിന്റെ 3 വെർട്ടീസസിലൂടെ എന്ന് പറഞ്ഞാൽ 3 പോയിന്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ ഹൗ ക്യാൻ വി ഡ്രോ എ സർക്കിൾ പാസിംഗ് ത്രൂ ദി വെർട്ടീസസ് ഓഫ് എ ട്രയാങ്കിൾ? നമുക്കതൊന്ന് വരച്ചു നോക്കാം. ദാറ്റ് ഈസ് ഹിയർ 3 points are marked. We want to draw a circle passing through these 3 points. ഈ 3 പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഒരു സർക്കിൾ വരക്കണം. അല്ലെങ്കിൽ ഈ 3 പോയിന്റുകളെ ജോയിൻ ചെയ്യിപ്പിച്ചാൽ we will get a triangle. ഈ 3 പോയിന്റുകളും ജോയിൻ ചെയ്യിപ്പിക്കുന്ന ട്രയാങ്കിളിന്റെ വെർട്ടിസസിലൂടെ പാസ് ചെയ്യുന്ന ഒരു സർക്കിൾ വരക്കണം. ഈ 3 പോയിന്റുകളിൽ നമ്മൾ ജോയിൻ ചെയ്യിപ്പിച്ചു. ഈ 3 ട്രയാങ്കിളിന്റെ വെർട്ടിസസിലൂടെ പാസ് ചെയ്യുന്ന സർക്കിളിന് പറയുന്നത് സർക്കം സർക്കിൾ ഓഫ് എ ട്രയാങ്കിൾ എന്നാണ്. ഹൗ ടു ഡ്രോ സർക്കം സർക്കിൾ ഓഫ് എ ട്രയാങ്കിൾ? അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ആ സർക്കിളിനെ സംബന്ധിച്ചിടത്തോളം ദിസ് വിൽ ബി ദി കോഡ് ഓഫ് ദി സർക്കിൾ ആൻഡ് സോ ദി സെന്റർ ഓഫ് ദി സർക്കിൾ മസ്റ്റ് ലൈ ഓൺ ദി പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് ദിസ് ലൈൻ. ഏതെങ്കിലും ഒരു ലൈനിനെ ഞാൻ ആദ്യം എടുക്കുകയാണ്. ഈ ലൈന് ഈ നമ്മൾ വരക്കാൻ പോകുന്ന സർക്കിളിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കോഡായി മാറാനുള്ളതാണ്. therefore the center of the circle must lie on the perpendicular bisector of the chord. അപ്പോൾ നമ്മൾ ഈ സൈഡിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുകയാണ്. ഒരു ലൈനിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരക്കുന്ന വിധം നേരത്തെ പറഞ്ഞതാണ്. ഒന്നുകൂടി പറയുകയാണെങ്കിൽ കീപ് കോമ്പസ് ഹിയർ. ഓക്കെ, എക്സ്റ്റെൻഡ് കോമ്പസ് എ ലിറ്റിൽ ബിറ്റ്, കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഒരാർക്ക് ഈ സൈഡിലും അതേ മെഷറിൽ ഇങ്ങേ സൈഡിലും വരയ്ക്കുക. ഓക്കെ, അല്ലെങ്കിൽ 2 രീതി പറഞ്ഞു തന്നിട്ടുണ്ട്. 2 സൈഡിലായിട്ട് പോയിന്റ്സ് കിട്ടി പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരക്കുന്ന രീതിയാണ് ഇവിടെ പ്രയോഗിക്കുന്നത്. എന്നാൽ പിന്നെ ഇതിന്റെ ഇടയിൽ നിങ്ങൾ കോമ്പസ് നീട്ടേണ്ടതില്ല. ഫസ്റ്റ് ഓഫ് ഓൾ കീപ് കോമ്പസ് ഹിയർ, ഡ്രോ ആൻ ആർക്ക് അറ്റ് ദിസ് സൈഡ് ആൻഡ് ദിസ് സൈഡ് ഓൾസോ. ഓക്കെ, അങ്ങനെ 2 ആർക്സ് വരയ്ക്കുകയാണ്. കോമ്പസ് ഇവിടെ കുത്തിയിട്ട് ഒരാർക്ക് ഇങ്ങോട്ട് വരച്ചു, അതേ അളവിൽ ഇങ്ങോട്ടേക്കും വരച്ചു. ഓക്കെ, ദെൻ വിത്ത് സെയിം ഡിസ്റ്റൻസ് ഇൻ കോമ്പസിൽ മാറ്റൊന്നും വരുത്താതെ കീപ് കോമ്പസ് ഹിയർ. ഓക്കെ, ഈ വരച്ച ആർക്കിന് ഇവിടെ കട്ട് ചെയ്യുക, ഇവിടെ കട്ട് ചെയ്യുക. വി വിൽ ഗെറ്റ് സച്ച് 2 ആർക്സ്. നൗ ജോയിൻ ദീസ് 2 പോയിന്റ്സ്, ദാറ്റ് ഈസ് ദി പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് ദാറ്റ് ലൈൻ. ഈ ലൈനിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ് ഈ വരച്ചത്. ഓക്കെ, ഇതുപോലെ ഞാൻ ഈ ലൈനിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. ഫോർ ദാറ്റ് കീപ് കോമ്പസ് ഹിയർ അറ്റ് ഫസ്റ്റ്. Take a particular distance. It should be more than half of this distance. Draw an arc at this side and this side also. We will get 2 arcs like that.
with the same distance in compass without making any change in the compass. Keep compass here. Draw another arc to cut that 2 arcs. We will get such a 2 arcs. Now join these 2 points, this one and this one. Join scale ഉപയോഗിച്ചിട്ട് ആ രണ്ട് പോയിന്റുകൾ ജോയിൻ ചെയ്യിപ്പിച്ചോളാം. Now the center of the circle must lie on the meeting point of the perpendicular bisectors of these 2 points. These 2 perpendicular bisectors, that is here, this one is the center of the circle to be drawn. ഈ പോയിന്റ് ആണ് നമ്മൾ വരയ്ക്കേണ്ട സർക്കിളിന്റെ സെന്റർ. അപ്പോൾ നമ്മൾ വരയ്ക്കേണ്ട സർക്കിളിന്റെ സെന്റർ ഇതായതുകൊണ്ട് ഈ പോയിന്റിനെ സർക്കം സെന്റർ എന്ന് പറയുന്നു. Okay. Now the distance or the radius of the circle is the distance from this point to any one of the വെർട്ടക്സ്. ഏതെങ്കിലും ഒരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് റേഡിയസ്. അപ്പോൾ കോമ്പസ് ഇവിടെ കുത്തുക, ഈ ഡിസ്റ്റൻസ് കോമ്പസിൽ എടുത്തോളാം, കോമ്പസ് തിരിക്കുക. ഓക്കെ, കോമ്പസ് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ പാസ് ത്രൂ ദീസ് 3 പോയിന്റ്സ്. എന്തുകൊണ്ടാണെന്ന് ഞാൻ വിശദീകരിച്ച് കഴിഞ്ഞു. ഓക്കെ, കീപ് കോമ്പസ് ഹിയർ, എക്സ്റ്റെൻഡ് കോമ്പസ് ടു ദിസ് പോയിന്റ്, ദെൻ സ്റ്റാർട്ട് റൊട്ടേറ്റിംഗ്. വി വിൽ ഗെറ്റ് എ സർക്കിൾ ലൈക്ക് ദാറ്റ്. That circle is the circumcircle of this triangle, or in other words, that circle passes through 3 given points. Okay. You can draw a triangle, then a circumcircle to that triangle like this. ക്വസ്റ്റ്യനിൽ നിങ്ങളോട് ഒരു ട്രയാങ്കിളിന്റെ മെഷർമെന്റ്സ് പറഞ്ഞിട്ട് ഒരു ട്രയാങ്കിൾ വരച്ചിട്ട് അതിന്റെ സർക്കിൾ വരയ്ക്കാൻ പറയുന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സാമിനൊക്കെ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. അപ്പം നമ്മളിപ്പോൾ ചെയ്തത് ഒരു സർക്കിൾ ഓഫ് എ ട്രയാങ്കിൾ വരയ്ക്കുന്നതാണ്. സർക്കിൾ ഓഫ് എ ട്രയാങ്കിൾ, ഹൗ ഇറ്റ് ഈസ് ഡ്രോൺ, എങ്ങനെയാണ് ഇത് വരച്ചത്? ഹിയർ we have drawn the perpendicular bisectors of 2 sides of the triangle. രണ്ട് സൈഡിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് നമ്മൾ വരച്ചു. Okay, now the meeting point of the perpendicular bisectors is the center of the circle and the distance to any one of the vertex is the radius of the circle. In that way we have drawn the circle. വേറൊന്നും കൂടി, ഈ സൈഡിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചിട്ടില്ല, അത് വരച്ചാൽ അതും പാസ് ചെയ്യാനുള്ളത് ഈ പോയിന്റിലൂടെ തന്നെ ആയിരിക്കും. Therefore, all perpendicular bisectors will meet at a point. അപ്പോൾ സർക്കിൾ വരച്ച മെത്തേഡ് നമുക്കൊന്ന് ഇവിടെ എഴുതി വെക്കാം. The meeting point of the perpendicular bisectors of any 2 sides is the center of the circle and the distance to any one of the vertex is the radius of the circle. And so you can have it written like this. Okay, you can write how the circumcircle of a triangle is drawn. Now, here I am drawing an acute angled triangle. See, acute angled triangle means all angles are less than 90 degrees. If we draw circumcircle of this triangle, we have to draw the perpendicular bisectors of any 2 sides first. ഈ രണ്ട് സൈഡിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണത്, ഇതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു കഴിഞ്ഞാൽ they will meet at a point. We see that the meeting point is inside the triangle. And so we see for an acute angled triangle, it's a circumcenter lies inside the triangle. You can write down, you can draw such a figure. You can draw an acute angled triangle, then it's a circumcircle. Then you will get the circumcenter inside the triangle. Then you can write such a note. Circumcenter of an acute angled triangle will be inside the triangle. Now let us draw an obtuse angled triangle. Here I have drawn an obtuse angled triangle. Okay, obtuse angle means one angle will be greater than 90 degree. Let this angle is greater than 90 degree. I can draw to find out the circumcenter. Let us have drawn its perpendicular bisectors of 2 sides. ഈ രണ്ട് സൈഡിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് വരയ്ക്കണം. അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ we see the meeting point is outside the triangle, and so the circumcenter of an obtuse angled triangle will be outside the triangle. And so you can draw such an obtuse angled triangle, then it's a circumcircle, then you will get the circumcenter outside the triangle, then write such a note. At last, let us take the case of a right angled triangle. See, here I have drawn a right angled triangle. See, this angle is greater than, equal to 90 degree. Let this angle is equal to 90 degree. It is a right angled triangle. In order to draw the circumcircle, we have to draw perpendicular bisectors of 2 sides. And so let these sides are considered. Their perpendicular bisectors are drawn. We see they meet at a point here. That point is the midpoint of the hypotenuse. We can prove that one as the midpoint of the hypotenuse. And so for a right angled triangle, we see the circumcenter of the triangle lies
at the midpoint of the hypotenuse. You can draw such a right angle triangle, then circumcircle, then you will get the circumcenter at the midpoint of the hypotenuse, then write such a knot. Okay. Now let us have some works to be done yourself. That is homework for you. Now let us have these works done. ഈ ചോദ്യങ്ങളുടെ ആൻസർ നിങ്ങൾ സ്വന്തം ചെയ്തു നോക്കുക. Read the first question. In a circle, two chords of 6 cm, 8 cm long are drawn at either side of the diameter of 10 cm long. 10 cm diameter ഉള്ള ഒരു സർക്കിളിന്റെ ഡയമീറ്ററിന്റെ ഇരു സൈഡിലുമായിട്ട് 6 cm, 8 cm ലെങ്തിലുള്ള രണ്ട് കോർഡ്സ് ഉണ്ട്. What will be the distance between them? If they are at the same side of the diameter, what will be the distance between them? First of all, let us draw a figure as set in the question. Okay, and so when we have drawn a circle at two chords of length 8 cm and 6 cm, we will get such a figure. Okay, here it is 8 cm, this one is 6 cm. We are asked to find out the distance between these two chords. These are parallel chords drawn at either side of the diameter. Diameter പാരലൽ ആയിട്ട് അതിന്റെ ഇരുവശങ്ങളിലുമായിട്ടാണ് ഇത് വരച്ചിട്ടുള്ളത്. ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണെന്നുള്ളതാണ്. ആൻഡ് സോ ലെറ്റ് us ഫൈൻഡ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അപ്പോൾ ഡിസ്റ്റൻസ് കാണാൻ നമുക്ക് സെന്ററിലൂടെ, സർക്കിളിന്റെ സെന്ററിലൂടെ ഉള്ള ഡിസ്റ്റൻസ് കാണാം. ഓക്കെ, ആൻഡ് സോ ഇഫ് ദി സെന്റർ ഓഫ് ദി സർക്കിൾ ഈസ് ദർ ഹിയർ, ലെറ്റ് us ഫൈൻഡ് ഔട്ട് ദി ഡിസ്റ്റൻസ് ത്രൂ ദി സെന്റർ. ഇതിലൂടെയുള്ള ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് കാണാം. For that, we know this length is 6 cm. This one is drawn perpendicular to the chord, therefore it will be bisected, means this much length will be 3 cm. If we draw the radius here, it is said diameter 10 cm, radius will be 5 cm. This piece is 3 cm. We can calculate this one by the chorus. Now we know this one is 8 cm, therefore half will be 4. Here it is radius is 5. We can calculate this distance. Now adding these two distances, we will get the distance between the two chords. If they are at the same side of the diameter, ഈ 8 cm ഇവിടെ തന്നെ വരച്ചത് എങ്കിൽ ആകട്ടുന്ന രണ്ട് ഡിസ്റ്റൻസുകൾ തമ്മിലുള്ള ഡിഫറൻസ് കണ്ടാൽ മതി. ഓക്കെ, ആൻഡ് സോ യു ക്യാൻ ഡ്രോ സച്ച് എ ഫിഗർ, ദെൻ ഹാവ് ഇറ്റ് ഡൺ അക്കോർഡിംഗ്ലി. Now let us have the second question. Read the second question. Equal sides of an isosceles triangle are 8 cm long and its circumradius is 5 cm. Determine the length of the third side. ഒരു ഐസോസെലസ് ട്രയാങ്കിളിന്റെ ഈക്വൽ സൈഡ്സ് 8 cm ആണുള്ളത്. ഓക്കെ, ഇറ്റ്സ് സർക്കംറേഡിയസ് ഈസ് 5 cm. നമ്മൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഫിഗർ വരച്ചു നോക്കാം. ആൻഡ് സോ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. സീ ദി ഫിഗർ. Here, this one is an isosceles triangle of equal sides 8 cm. ഇതാണ് ഈക്വൽ സൈഡ്സ് എന്ന് സപ്പോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ this one is given as 8 cm. അപ്പോൾ നമുക്ക് ഇതിന്റെ തേർഡ് സൈഡിന്റെ ലെങ്ത് എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഇതേപോലെ റൈറ്റ് ട്രയാങ്കിൾസ് ഫോം ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്തു നോക്കാം. We know this one is one side of the triangle or it is one chord. Therefore, the perpendicular bisector of this chord pass ത്രൂ ദി സെന്റർ. ഇതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ സെന്ററിലൂടെ പാസ് ചെയ്യും. മാത്രമല്ല ഇത് ഐസോസെലസ് ട്രയാങ്കിൾ ആണെങ്കിൽ ഇത് ഈ വെർട്ടെക്സിലൂടെ പാസ് ചെയ്യും. അപ്പോൾ ഈ വെർട്ടെക്സിൽ നിന്ന് ഇതിലേക്ക് വരച്ച ആൾട്ടിറ്റ്യൂഡ് തന്നെ ആയിരിക്കും അതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ. അപ്പം നമുക്ക് അങ്ങനെ ഒരു ആൾട്ടിറ്റ്യൂഡ് വരച്ചു നോക്കാം. അതിലായിരിക്കും സർക്കിളിന്റെ സെന്റർ. സർക്കിളിന്റെ സെന്റർ അപ്പോൾ ഇവിടെ ഉണ്ട്. ഓക്കെ, ആ സെന്റർ ഇറ്റ് ഈസ് സെറ്റ് ദിസ് റേഡിയസ് ഈസ് 5 cm. ഈ റേഡിയസ് 5 cm തന്നിട്ടുണ്ട്. ഇതും റേഡിയസ്, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്താലും റേഡിയസ് തന്നെയാണ്. അപ്പം ഇതും 5 cm ആയിരിക്കണം, ഇതും 5 cm ആയിരിക്കണം. അപ്പോൾ ഇത് നമുക്കവിടെ മാർക്ക് ചെയ്യാം. ദാറ്റ് ടു ഡിസ്റ്റൻസസ് ആർ 5 cm ഈച്ച്. ഇത് രണ്ടും 5 cm ആണ്. ദിസ് വൺ ഈസ് നോട്ട് നോൺ. ഈ ഡിസ്റ്റൻസ് നമുക്ക് അറിഞ്ഞൂടാം. ഈ ഡിസ്റ്റൻസിനെ നമ്മളൊരു എക്സ് എന്ന് സപ്പോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, സി ഫ്രം ദിസ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ നമുക്ക് ഈ എക്സിനെ കണ്ടെത്താം. ഫ്രം ദിസ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ, ഈ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിൽ നിന്ന് ഇവിടെ നമുക്ക് പേര് കൊടുത്തിട്ട് ഈ ഡിസ്റ്റൻസ് എന്താണ് എക്സിൻ്റെയും 5-ൻ്റെയും ടേംസിൽ ഇതിനെ കണ്ടെത്താം. ഓക്കെ, അതിൻ്റെ സ്ക്വയർ കണ്ടാൽ മതി. ഈ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ എന്താണെന്നുള്ളത് 5-ൻ്റെയും എക്സിൻ്റെയും ടേമിൽ നമുക്ക് കണ്ടെത്താം. ഈ റൈറ്റ് ട്രയാങ്കിളിൽ നിന്ന് ഇത് 8 cm ആണ്. ഈ ലെങ്ത് 5+x ആണ്. വീണ്ടും 5+x-ഉം 8-ഉം അത് രണ്ടും യൂസ് ചെയ്തിട്ട് റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ആൻഡ് ആൾട്ടിറ്റ്യൂഡ് ഉപയോഗപ്പെടുത്തിയിട്ട് ഇത് എന്താണെന്ന് വീണ്ടും നമുക്ക് പറയാം. രണ്ട് ട്രയാങ്കിളിൽ നിന്നും നമ്മൾ ഈ സൈഡിനെ പറ്റിയാണ് പറയുന്നത് എന്നുള്ളതുകൊണ്ട് അത് രണ്ടും ഈക്വൽ ആണ് എന്നുള്ള എക്സ്പ്രഷൻ ഉപയോഗപ്പെടുത്തിയിട്ട് നമുക്ക് എക്സിന്റെ വാല്യൂ കാണാം. എക്സിന്റെ വാല്യൂ കിട്ടിയാൽ, ഈ ഡിസ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ
നമുക്ക് ഈ ഡിസ്റ്റൻസ് എന്താണെന്ന് പറയാം. ഓക്കെ, ഇറ്റ്സ് ഡബിൾ. വി വിൽ ഗെറ്റ് ദി തേർഡ് സൈഡ് ഓഫ് ദി ട്രയാങ്കിൾ ഹാഫ്. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് ചെയ്തു നോക്കാം. ഹിയർ ദി തേർഡ് ക്വസ്റ്റ്യൻ. റീഡ് ദി തേർഡ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി റിലേഷൻ ബിറ്റ്വീൻ ദി സർക്കം റേഡിയസ് ആൻഡ് വൺ സൈഡ് ഓഫ് അൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ സർക്കം റേഡിയസും അതിന്റെ തേർഡ് സൈഡും തമ്മിലുള്ള കണക്ഷൻ എന്താണെന്ന് പറയാനാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ആദ്യം ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരക്കാം. യു ജസ്റ്റ് തിങ്ക് ദിസ് വൺ ഈസ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇതിന്റെ സർക്കം റേഡിയസും വൺ സൈഡും തമ്മിലുള്ള കണക്ഷൻ. സർക്കം ഈ സൈഡിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു കഴിഞ്ഞാൽ അത് ഈ വെർട്ടെക്സിലൂടെ പാസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഒരു ഈ ലൈനിലായിരിക്കും സർക്കിളിന്റെ സെന്റർ നിലകൊള്ളേണ്ടത്. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും സർക്കിളിന്റെ സെന്റർ ഉണ്ടായിരിക്കും. ഇനി നമ്മോട് പറഞ്ഞത് ഇതാണ് റേഡിയസ്, സർക്കം റേഡിയസ്. ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള റേഡിയസ് ആണ്, അല്ലെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരച്ചാൽ അതൊരു റേഡിയസ് ആണ്. റേഡിയസ് നമുക്ക് അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ഈ 3 വെർട്ടെക്സിലൂടെ പാസ് ചെയ്യുന്ന ഒരു സർക്കിൾ അവിടെ ഉണ്ടായിരിക്കും, സർക്കിൾ. അപ്പോൾ ഈ സർക്കിളിനെ സംബന്ധിച്ചിടത്തോളം ദിസ് വൺ ഈസ് സർക്കം റേഡിയസ്. ഇതിനെ നമുക്ക് ഈ ലെങ്തിനെ എക്സ് എന്ന് സപ്പോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സീ ദിസ് ട്രയാങ്കിൾ. ഈ ആംഗിൾ നമ്മുടെ ബൈസെക്ട് ചെയ്തിട്ടുണ്ടാവും. ഇറ്റ് ഈസ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ദിസ് ആംഗിൾ വിൽ ബി 60 ഡിഗ്രി, ദിസ് വിൽ ബി 30 ഡിഗ്രി, ഹിയർ ഇറ്റ് ഈസ് 90 ഡിഗ്രി, ഇറ്റ് വിൽ ബി 60 ഡിഗ്രി. 60, 30, 90 ഡിഗ്രി സൈഡ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ സൈഡ്സിന്റെ ലെങ്ത്തുകളെ നമുക്ക് ഒന്നിനെ എക്സ് എന്ന് കൊടുത്തിട്ട് മറ്റുള്ളതിന്റെ ടേംസിൽ പറയാം. അപ്പം റേഡിയസിന് എക്സിന്റെ ടേംസിൽ നമുക്കൊരു വാല്യൂ കിട്ടും. അതുകൊണ്ട് ഈ സൈഡിന്റെ ലെങ്ത് എന്താണെന്ന് പറയാം. അതിനെ ഒരു റേഷ്യോ ആക്കിയിട്ട് എഴുതി കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദി റിലേഷൻ ബിറ്റ്വീൻ സർക്കം റേഡിയസ് ആൻഡ് വൺ സൈഡ് ഓഫ് ദി ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഓക്കെ, അപ്പം അത്രയാണ് നമുക്ക് ഹോംവർക്ക് ആയിട്ട് ചെയ്യാനുള്ളത്. Now let us conclude the class here. Okay, thanks.